അമ്മാതിരി ഒരു കളക്ഷനാണ് എല്ലാ തിയേറ്ററുകളിലും ത്രൂ ഔട്ട് ആയിട്ട്. ഒരുപാട്, അതായത് ഒരുപാട് സ്റ്റാർസ് ഉള്ളവർ ഇപ്പോൾ വാഴയിലായാലും ശരി, മോഹിനിയാട്ടം, ഇപ്പം സ്റ്റാർ ഡിപ്പെൻഡൻ്റ് അല്ലല്ല, കഥ കണ്ടന്റ് ഡിപ്പെൻഡൻ്റ് ആണ്. അത് പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കണ്ടന്റുകൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ, എനിക്ക് അറിയാവുന്നവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ കാണുമ്പോൾ പ്രേക്ഷകർ പിന്നെയും പിന്നെയും തിയേറ്ററിൽ വന്ന് മലയാളത്തിൻ്റെ മാത്രം, എനിക്ക് പേഴ്സണൽ തോന്നുന്നത് മലയാള സിനിമകളിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയാണത്. മറ്റുള്ള ഇൻഡസ്ട്രീസിനെ വെച്ച് നോക്കുമ്പോൾ എടുത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇപ്പോൾ ചാക്കോച്ചൻ പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രൊഡക്ഷനിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തണമെന്നാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ല, ഇങ്ങനത്തെ സിനിമകൾ എന്നുള്ളതല്ല, അതിനപ്പുറം ഏതൊക്കെ രീതിയിൽ ഒരു എന്റർടൈനർ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. അതിപ്പം മലയാള സിനിമയിൽ ഏത് തരത്തിലുള്ള സിനിമകളും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പം ലോക പോലെയുള്ള സിനിമ, അങ്ങനത്തെ ഒരു ടെറൈൻ, ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് സംഭവിച്ചു. അത് ഏറ്റവും വലിയ വിജയങ്ങളൊന്നായിട്ട് മാറി. ആട് 3 എന്ന് പറയുന്ന സിനിമ വേറൊരു ടൈം ട്രാവൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യുന്നു. വാഴ പോലുള്ള സിനിമകൾ വളരെ എന്താ പറയുക, ബയോപിക് ഓഫ് എ മില്യൺ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരുടെ സിനിമയാണ്. അത് വർക്കൗട്ട് ആവുന്നു. അപ്പം ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും, ലോ ബഡ്ജറ്റ് ആണെങ്കിലും ബിഗ് ബഡ്ജറ്റ് ആണെങ്കിലും വലിയ സ്റ്റാർസ് ആണെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിലും, കോണ്ടന്റ് നല്ലതാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും പ്രത്യേകിച്ച് മലയാളത്തിൽ അത് വിജയിക്കുന്നു എന്നുള്ളതാണ് മറ്റു ഭാഷകളിലുള്ള ആൾക്കാർ ഉൾപ്പെടെ അസൂയയോടെ നോക്കിക്കാണുന്നൊരു വസ്തുത. അപ്പോൾ അങ്ങനത്തെ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നല്ലൊരു സിനിമയുമായിട്ട് വരാനുള്ള ശ്രമങ്ങൾ, അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അത് തന്നെയാണ് ഉദയ പിക്ചേഴ്സും അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസും അതുപോലുള്ള സിനിമയെ സ്നേഹിക്കുന്ന ആരാണെങ്കിലും, മലയാളത്തിൽ നിൽക്കുന്ന ആരാണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമകൾ സംഭവിക്കുന്നതാണല്ലോ. അപ്പം നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച പല ഡയറക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ചിലപ്പം ഈ സിനിമ തന്നെ, ഇപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡയറക്ടർ രതീഷുമായിട്ട് ഫസ്റ്റ് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇരുന്നാണ്. അന്ന് ആ ഒരു സാഹചര്യത്തിൽ നടന്നില്ല. പിന്നെ ആ ഡയറക്ടർ പല സിനിമകൾ പീവൻ ചെയ്തു, ചാക്കോച്ചനൊപ്പം സിനിമ ചെയ്തു, ഇതെല്ലാം സംഭവിച്ചു. പിന്നീടാണ് എന്നിലേക്ക് പീവൻ ഈ സിനിമയായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഓരോ സിനിമയ്ക്കും ഓരോ നിയോഗമുണ്ട്. ആരാണ് അതിൻ്റെ അകത്ത് അഭിനയിക്കേണ്ടത്, ആരാണ് അതിൻ്റെ അകത്തെ നിർമ്മാതാവേണ്ടത്. അപ്പം സിനിമകൾ അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് ഉള്ളവരൊക്കെ ഒരു സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പം നാളെ സിനിമയിൽ എന്തും സംഭവിക്കാം. ഏത് ഡയറക്ടർ ഇപ്പം വർക്ക് ചെയ്യാം, ഏത് ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ഇപ്പോൾ പ്രീ പ്ലാൻഡ് ആയിട്ട് നടക്കുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്നുള്ള ഒരു സഡനായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളും ഇഷ്ടംപോലെ നടക്കാം. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്നിനും തണ്ണീർമത്തൻ ദിനങ്ങൾ, അതിന് മുമ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറേ സിനിമകൾ പീവനുണ്ടല്ലോ. പ്രേമലു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ ഇടയിലിടയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് പാർട്ട് വലിയ ഹിറ്റായിരുന്നു. ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റാണ് വാഴ 2. അതായത് ഞാൻ പലരോടും ഡിസ്കസ് ചെയ്യുമായിരുന്നു. കാരണം അമ്മാതിരി ഒരു കളക്ഷനാണ് എല്ലാ തിയേറ്ററുകളിലും ത്രൂ ഔട്ട് ആയിട്ടുള്ള. അപ്പം ഇതൊക്കെ ഒരു കുറേ അധികം ആളുകൾക്ക്, ഇപ്പം ഞാനല്ല, എന്നെ പോലെയുള്ള കുറേ ആളുകൾക്ക് മുമ്പേ പറഞ്ഞതുപോലെ കണ്ടന്റ് ഓറിയന്റ് ആയിട്ട് ഇപ്പം എല്ലാവർക്കും എല്ലാ സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ട് സിനിമ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ചാക്കോച്ചൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൃഥ്വിരാജ് ആയിക്കോട്ടെ, മമ്മൂക്ക, ലാലേട്ടനൊക്കെ ഒരു വർഷം ഒരു 4 സിനിമകളായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സാധനവും കൂടെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കിത് ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്നില്ല. ഇപ്പം ഈ കണ്ടന്റ് എന്നൊക്കെ പറയുന്നത് ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു ഇത്ര നാളിൽ കൂടുതൽ ഒരു കണ്ടന്റ് സേഫായിട്ട് ഇരിക്കണമെന്നില്ല. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ആ കണ്ടന്റ് ആ പറഞ്ഞ സമയത്ത് നടക്കണം എന്നില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ചിലപ്പോൾ കുറഞ്ഞു വരാം. അപ്പോൾ ഒരു പുതിയതായിട്ടുള്ളൊരു കണ്ടന്റ് കണ്ടെത്തി ഫ്രഷേഴ്സുമായിട്ട് സിനിമ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു വലിയ കാര്യം. പിന്നെ ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് പടം ചെയ്യുമ്പോൾ ഫുൾ ഒരു നിർമ്മാതാവിൻ്റെ ഒരു ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഫുള്ളി റിസ്ക് എടുത്തുകൊണ്ടിട്ട് തന്നെ വരണം. അപ്പം അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പം ചെറിയ ചെറിയ സിനിമകൾക്ക് ആർട്ടിസ്റ്റിൻ്റെ ഒരു വലിയ ആർട്ടിസ്റ്റുകളെ വെക്കണ്ട, അല്ലെങ്കിൽ വലിയൊരു ടെക്നീഷ്യൻസിനെ ചിലപ്പോൾ വെക്കുന്നില്ല. അപ്പം അതൊരു മേജർ പാർട്ടാണ്. ഇന്ന് സിനിമയുടെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതില്ലാതെ നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ട് ഒരു എക്സ്പെൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം
ഈ സിനിമകളിലെ വിജയം ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്, നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാലോ എന്നുള്ള ഒരു കാര്യം. അപ്പം നല്ല കണ്ടന്റുകൾ വരുമ്പം പ്രേക്ഷകരും കൂടുതൽ ഈ പുതിയ ആർട്ടിസ്റ്റുകളുടെ സിനിമ കാണാനായിട്ട് വരും. അപ്പോൾ കൂടുതൽ സാധ്യതകളാണ്. നമ്മുടെ ഇൻഡസ്ട്രി തന്നെ എന്താ പറയുക, വലുതായിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പം സക്സസ് റേഷ്യോ നോക്കിയാൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാം നോക്കിയാൽ ഏറ്റവും കൂടുതൽ സക്സസ് ഉള്ളത് മലയാള ഇൻഡസ്ട്രിക്കാണ് ഇപ്പോൾ നിലവിൽ. ഇപ്പം ഈ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ മറ്റ് ഇത് എടുക്കുന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രി ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഇൻഡസ്ട്രി വൈസ് നോക്കിക്കഴിഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ എല്ലാ ഇപ്പോൾ സ്റ്റേറ്റിൻ്റെയും കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം പറഞ്ഞൊരു കാര്യം, ഇതെന്താണ് മലയാളത്തിൽ മാത്രം ഇത്രയും ഹിറ്റുകൾ സംഭവിക്കുന്നതെന്നാണ് ജനറലായിട്ട് അവിടെ സംസാരിച്ചത്. കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് കൂടുതൽ ഹിറ്റ് ഉണ്ടാവുന്നു. ഇപ്പം ഇൻഡസ്ട്രി ഒരു കുറേ നാളുകളായിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിട്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്നത് കൊണ്ടിട്ട് എല്ലാവരും സബ്ജക്റ്റിലും കൂടെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഉള്ളതായിട്ടാണ് തോന്നുന്നത്.